Ladies and gentlemen, this is Adarsh and welcome to My Ganedi. ശബ്ദം. സോ ബേസിക്കലി ഈ സിനിമ ഒരു തമിഴ് ഹൊറർ ത്രില്ലറാണ്. C5-ലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ ഹൊറർ മൂവീസിന്റെ ഫാൻസ് ഒക്കെയാണ് വെച്ചാൽ കണ്ടു നോക്കുക. സോ ഫെബ്രുവരി 2025-ലാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീണ്ട ഒരു കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഫൈനലി OTT-ൽ വന്നിട്ടുണ്ട്. Z5-ലാണ് സ്ട്രീം ചെയ്യുന്നത്. സെയിം ഡയറക്ടർ ആക്ടർ കോമ്പോന്റെ രണ്ട് ഹൊറർ ത്രില്ലർ ഉണ്ട്. ഒന്ന് ഈറ. 2009 റിലീസ് ചെയ്ത ഒരു സിനിമയാണ് മാസ്റ്റർ പീസ്. അന്തകാലത്തിലെ ഈ പടം മാസ്റ്റർ പീസ് ആണ്. ആദി പിനിശെട്ടി അറിവഴകൻ കോമ്പോന്റെ ഈറം. സോ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ കാണാതെ ഒരു പണ്ടാരം കണ്ടിട്ട് കാര്യമില്ല. ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഫിലിം. അവരുടെ അടുത്ത പടമാണ് ശബ്ദം. സോ ഇപ്പൊ കുറെ എണ്ണം വന്ന് പറയും ശബ്ദമൊക്കെ OTT റിലീസ് ചെയ്തിട്ട് കുറെ കാലമായി ഇപ്പോഴാണോ കാണുന്നതെന്ന്. ഹാവ് സം ബേസിക് കോമൺ സെൻസ്. സോ ഈ സിനിമയുടെ HD പ്രിന്റ് ഒരു ഇല്ലീഗൽ സൈറ്റിൽ ലീക്ക് ആയതാണ്. അല്ലാതെ ഒഫീഷ്യലി OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്നലെയാണ് ആ പടം OTT റിലീസ് ചെയ്തത് C5-ൽ. വെരി നൈസ് ഫിലിം പറഞ്ഞാൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു ഹൊറർ ത്രില്ലർ പടത്തിന് ഒരു ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ്. കിടുപ്പടം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഭയങ്കര വർക്കായ ഒരു പടം. ആദി പിനിശെട്ടിയുടെ കാര്യമൊന്നും പറയണ്ട, അങ്ങനെ കിഡു ആക്ടറാണ്. അണ്ണാ ഇതിന്റെയൊക്കെ സെക്കൻഡ് പാർട്ടൊക്കെ ഇറക്കി വിടുന്ന, അല്ലാതെ നിങ്ങൾ ഡ്രോവ് പറഞ്ഞിട്ട് ഓരോ അപരാധം കയറി അഭിനയിക്കല്ലേ. സോ മൂന്നാറിലുള്ള ഹോളി ഏഞ്ചൽസ് കോളേജിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കുട്ടികൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടിച്ചാവും. അത് ഇനി വല്ല സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ, പ്രേതത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ, ഇത് അന്വേഷിക്കാൻ വരുന്ന ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. അതാണ് നമ്മുടെ ആദി പിനിശെട്ടിയുടെ ക്യാരക്ടർ റൂബൻ. സോ ഇതിൽ അവര് മറ്റേ ഗൗരവ് തിവാരിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഗൗരവ് തിവാരിയെ പറ്റി അറിയാത്തവർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഗൗരവ് തിവാരി. അങ്ങേരെ പറ്റിയിട്ടുള്ള സീരീസ് ആണ് ബൈ. ആമസോൺ പ്രൈമിലും MX പ്ലെയറിലും അവൈലബിൾ ആണ്. കിഡു പറഞ്ഞ കിഡു സാധനമാണ്. സോ കാണാത്തവരുണ്ടോ, യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. സോ പിന്നീട് പ്രേതം ഉണ്ടോ പ്രേതം ഇല്ലേ ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ശബ്ദം. ആ കോളേജിന്റെ ഒരു ആംബിയൻസിന് ഭയങ്കര നൈസാണ്. മഞ്ഞ് മൂടിയിട്ട് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഹോണ്ടിങ് ഫീലിംഗ് നമുക്ക് തോന്നും. പേഴ്സണലി എനിക്ക് തോന്നി, എല്ലാവർക്കും തോന്നുന്നൊന്നും അറിയില്ല. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ ടൈറ്റിൽ കാർഡും പരിപാടിയൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്. തമനാണ് ഇതിന് മ്യൂസിക് ഡയറക്ടർ. വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട് ഒരു ഹൊറർ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സോങ് ആണ്. കേൾക്കുമ്പോ തന്നെ ഗൂസ് ബംസ് അടിക്കും. കിഡു സാധനമായിരുന്നു അത്. ഫസ്റ്റ് ഹാഫ് ഈ സിനിമയുടെ അടിപൊളി പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ മറ്റേ ഓരോ പാരനോർമൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതും ഇങ്ങനെ മറ്റേ EMF മീറ്റർ വെച്ചിട്ടുള്ള പരിപാടിയും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ലക്ഷ്മി മേനോനാണ് ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് വാസ് ടു ഗുഡ് ബിക്കോസ് ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്. അതിന് അവർ ഭയങ്കരമായി പണിപ്പെട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സൗണ്ട് ഡിസൈൻ ഇസ് ടു ഗുഡ്. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി തീർത്ത പോലെ തോന്നി. ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ട് സെക്കൻഡ് ഹാഫ് തട്ടിക്കൂട്ടി തീർത്ത പോലെ തോന്നി. സ്റ്റിൽ ദിസ് ഇസ് എ നൈസ് ഫിലിം. അത് ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. അജാതി സാധനമാണ് ശബ്ദം. ആൻഡ് ഇതിൽ സിമ്രന്റെ പെർഫോമൻസ് വാസ് റിയലി നൈസ്. സെക്കൻഡ് ഹാഫിലാണ് സിമ്രൻ വരുന്നത്. നന്നായിട്ട് തന്നെയാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. ലൈല ഒരു ചെറിയ റോൾ വരുന്നുണ്ട്, ആള് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആദി പിനിശെട്ടിയുടെ കാര്യമൊന്നും പറയണില്ല, അങ്ങേർക്ക് ഇതൊക്കെ കേക്ക് വാക്കാണ്. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്. ഇപ്പൊ കുറച്ചായിട്ട് ഏതൊക്കെ അപരാധത്തിലൊക്കെ കയറി അഭിനയിക്കുന്നുണ്ട്. സൗണ്ട് ഡിസൈൻ ആണ് ഈ സിനിമയുടെ എടുത്ത് പറയുന്നത്. ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ എന്തോ ഡ്യൂറേഷൻ ഉണ്ട്. ഒട്ടും ബോറടി ഇല്ലാതെ ഞാൻ കണ്ടു തീർത്ത സിനിമയാണ്. ആൻഡ് ഇതിലത്തെ മ്യൂസിക് വർക്ക് ഇസ് ഓൾസോ നൈസ്. എനിക്ക് ഇതിൽ നെഗറ്റീവായി തോന്നിയത് സെക്കൻഡ് ഹാഫ് തട്ടിക്കൂട്ടി തീർത്തു. ബാക്കിയൊക്കെ നൈസ് പരിപാടിയാണ്. ഒരു ടുവേർഡ്സ് എൻഡ് ഒക്കെ സർട്ടൻ ട്വിസ്റ്റ് ഉണ്ട്. അത് അങ്ങനെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനമൊന്നും അല്ല. നമ്മൾ ആരും വിചാരിക്കില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ. അതൊക്കെ നൈസ് പരിപാടിയായിരുന്നു. പക്ഷെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് സെക്കൻഡ് ഹാഫ് തോന്നി. സോ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ സിനിമയിൽ. സോ കാണാത്തവരുണ്ടെങ്കിൽ ഡോണ്ട് മിസ് മൂവീസ് ലൈക്ക് ദീസ്. ഈറം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഈറം വേറെ ലെവൽ സാധനമാണ്. ദാറ്റ്സ് കോൾഡ് എ മാസ്റ്റർ പീസ്. അത് വേറെ റേഞ്ച് സാധനമാണ്. ഇത് ആ ലെവലിലൊന്നും ഇല്ലെങ്കിലും ടെക്നിക്കലി ദിസ് മൂവി ഇസ് ഗുഡ്. അതാണ് ഞാൻ പറയാം. സൗണ്ട് ഡിസൈനും പരിപാടിയൊക്കെ നൈസ് ആണ്. സെക്കൻഡ് ഹാഫ് ഒന്നും കൂടി നന്നാക്കായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. ശബ്ദം ഇസ് സ്ട്രീമിംഗ് ഓൺ Z5.